നമസ്കാരം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളി മണ്ണുകാട് ബ്രൂവറിക്കെതിരെ പ്രത്യക്ഷ സമരം. നിർമ്മാണ പ്രവൃത്തികൾക്കായി വന്ന കമ്പനി ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാർ. നിർമ്മാണത്തിന് വന്ന JCB തിരിച്ചുപോയി. പ്രതിഷേധം കോൺഗ്രസ് BJP ബ്രൂവറി വിരുദ്ധ സമിതിയുടെയും സംയുക്ത നേതൃത്വത്തിൽ. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരത്വം സംരക്ഷിക്കാനെന്നും മുത്തലിബ്. വോട്ട് കൊള്ളക്കെതിരെ CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടെന്നും ആരോപണം. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പെന്ന് വാടനംകുറിശി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഗ്രാമീണ മേഖലയിലെ 300ഓളം തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് നാഷണൽ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് ഒറ്റപ്പാലം ഡിവിഷൻ സമ്മേളനം. തൃശൂരിൽ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടിച്ചെടുത്തത് 8 കിലോ കഞ്ചാവ്. ഒറീസ ഗജപുരി സ്വദേശികളായ 2 പേർ തൃശൂർ റേഞ്ച് എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് യസനന്ദർ, മിഹർ പ്രധാൻ എന്നിവർ. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ വച്ച് ബൈക്ക് മോഷണം. മോഷണം പോയ ബൈക്ക് കൊട്ടേക്കാട് സ്വദേശി സെൽവകുമാറിൻ്റേത്. വാഹന പാർക്കിംഗ് ഏരിയ നടത്തിപ്പുകാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ബൈക്ക് മോഷണം പോകാൻ കാരണമെന്നും ബൈക്ക് ഉടമ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അദ്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ എത്തുന്നത് നിരവധി പേർ. ചരിത്രത്തിലേക്ക് വീണ്ടും കേരള കലാമണ്ഡലം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. അരങ്ങേറ്റം ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ. ചരിത്രം സാക്ഷിയാകുന്നത് സാബ്രി എന്ന 15-കാരിയുടെ ചിരകാല സ്വപ്നത്തിന്. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി മണ്ണുകാട് ബ്രൂവറിക്കെതിരെ പ്രത്യക്ഷ സമരം. നിർമ്മാണ പ്രവൃത്തികൾക്കായി വന്ന കമ്പനി ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാർ. നിർമ്മാണത്തിന് വന്ന JCB തിരിച്ചുപോയി. പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് BJP ബ്രൂവറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ. നമ്മുടെ നാട്ടിനെ മരുഭൂമിയാക്കും. ബ്രൂവറി ഇവിടെ വേണ്ടേ വേണ്ട. മദ്യ കമ്പനി വേണ്ടേ വേണ്ട. വീട് മുടിക്കും നാട് മുടിക്കും. നാട് മുടിക്കും വീട് മുടിക്കും. മദ്യ കമ്പനി വേണ്ടേ വേണ്ട. എലപ്പുള്ളി പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയും മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതിക്കെതിരെ ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കെയാണ് കമ്പനി അധികൃതർ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഭൂമിയിൽ പ്രവേശിച്ചത്. അതീവ രഹസ്യമായിട്ടായിരുന്നു കമ്പനി അധികൃതരുടെ നീക്കമെങ്കിലും JCB ഉൾപ്പെടെ ഉപകരണങ്ങൾ വിവാദ ഭൂമിയിലേക്ക് പ്രവേശിച്ചതറിഞ്ഞതോടെയാണ് പ്രതിഷേധക്കാർ രംഗത്ത് വന്നത്. മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളിയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലമൂറ്റുന്ന മദ്യക്കമ്പനി എലപ്പുള്ളിയിലെ ഭൂമി വാങ്ങിച്ചതിലും സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിച്ചതിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇറിഗേഷൻ പദ്ധതിക്ക് സമീപം ബ്രൂവറി വരുന്നത് മഴക്കാലത്ത് പോലും കുടിവെള്ള ലഭ്യത ഇല്ലാത്ത എലപ്പുള്ളിയെ മരുഭൂമിയാക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് ഹെക്ടർ കണക്കിന് കൃഷിയില്ലാതാകുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത്. മദ്യനിരോധനത്തെക്കുറിച്ചും മദ്യവർജനത്തെക്കുറിച്ചും പറയുന്ന സർക്കാരാണ് സ്പിരിറ്റ് നിർമ്മാണത്തിനും മദ്യനിർമ്മാണത്തിനും അനുമതി നൽകിയതെന്നും പ്രദേശവാസികൾക്ക് ആവശ്യമില്ലാത്ത കുടുംബ സാമൂഹിക ബന്ധങ്ങൾ തകർക്കുന്ന വിപത്തായ മദ്യനിർമ്മാണം വേണ്ടെന്നും സമരം ശക്തിപ്പെടുത്തുമെന്നും സമരക്കാർ പറഞ്ഞു. കോൺഗ്രസ് BJP ബ്രൂവറി വിരുദ്ധ സമിതി സംയുക്തമായാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ബ്രൂവറി വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു, പുണ്യകുമാരി, ജാഫർ, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരത്വം സംരക്ഷിക്കാനെന്നും മുത്തലിബ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടാണ് വോട്ട് കൊള്ളക്കെതിരെ CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തതെന്നും അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ് ആരോപിച്ചു. പാലക്കാട് DCC സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് കോൺഗ്രസ് ഉയർത്തിയ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചവർ ഇന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങി. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ആക്ഷേപവും പരാതിയുമുണ്ട്. തിരിമറി നടത്താനും അട്ടിമറിക്കാനും കഴിയുന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരിമറി നടത്തിയാണ് BJP അധികാരം പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സരിച്ച വാരാണസിയിലുൾപ്പെടെ നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് കൊള്ള നടന്നു. അച്ഛനും അമ്മയും ആരെന്നില്ലാത്ത വീടും സ്ഥലവും മേൽവിലാസമായി ഇല്ലാത്ത ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാപകമായി ചേർത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ യന്ത്രസഹായം തേടി. ജാള്യതയും ക്രമക്കേടും മറച്ചുവെക്കാൻ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലും വോട്ട് കൊള്ള വ്യാപകമാണ്. വാർഡ് തിരിക്കുന്നത് തൊട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്. വിജയമുറപ്പിക്കാനായി ഒരു വാർഡിലുള്ളവരെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
രാഷ്ട്രീയ താൽപര്യത്തിന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ കേരളത്തിലും ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നെറികെട്ട സമീപനമാണ് കേരള സർക്കാരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോട്ട് കൊള്ളയിൽ ലോകം ഞെട്ടിയിട്ടും കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയും പ്രതികരിക്കാത്തതെന്നും അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KPCC സെക്രട്ടറി C. ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, UDF ജില്ലാ ചെയർമാൻ P. ബാലഗോപാൽ, INTUC ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, V. രാമചന്ദ്രൻ, അജാസ് കുഴൽമന്ദം, കൗൺസിലർമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. ഒറീസ ഗജപുരി സ്വദേശികളായ 2 പേർ തൃശൂർ റേഞ്ച് എക്സൈസിന്റെ പിടിയിലായി. യസൻദർ, മീഹർ പ്രധാൻ എന്നിവരാണ് പിടിയിലായത്. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ വെച്ച് ബൈക്ക് മോഷണം പോയി. കൊട്ടേക്കാട് സ്വദേശി സെൽവകുമാറിന്റെ ഹോണ്ട ഷൈൻ ബൈക്കാണ് മോഷണം പോയത്. വാഹന പാർക്കിംഗ് ഏരിയ നടത്തിപ്പുകാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് വാഹനം മോഷണം പോകാൻ കാരണമെന്ന് സെൽവകുമാർ പറഞ്ഞു. വാഹന പാർക്കിംഗ് ഏരിയ നടത്തിപ്പുകാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് വാഹനം മോഷണം പോകാനിടയാക്കിയത്. തമിഴ്നാട് ഹൈവേ ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവറായ സെൽവകുമാർ നിത്യവും കഞ്ചിക്കോട് റെയിൽവേ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിട്ടാണ് ജോലിക്ക് പോകാറ്. തമിഴ്നാട്ടിലേക്ക് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്ന പ്രദേശവാസികളും വാഹനം സൂക്ഷിക്കുന്നത് റെയിൽവേ പാർക്കിംഗ് ഏരിയയിലാണ്. CCTVയോ സുരക്ഷയ്ക്കായി ആവശ്യത്തിന് ജീവനക്കാരില്ലാതെയാണ് ഇവിടെ നടത്തിപ്പുകാർ വാഹന ഉടമകളിൽ നിന്നും പാർക്കിംഗ് ഫീ ഈടാക്കുന്നത്. കാലത്ത് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തതാണ്. എൻ്റെ വണ്ടിയുടെ നമ്പർ TN 37 CP 9418. മറ്റേ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ലിപ്പും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ വണ്ടി വൈകുന്നേരം വരുമ്പോൾ മിസ്സായി. ഞാൻ വൈകുന്നേരം വന്ന് എൻ്റെ ട്രെയിൻ ടിക്കറ്റ് ചെയ്താൽ എൻ്റെ വണ്ടി മിസ്സായി. അതിനെന്താ ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തു തരണം. ഇവിടെ ഈ വണ്ടി പാർക്കിംഗ് വാങ്ങിക്കുന്നവർ ഇതിനൊരു ഉത്തരവാദിത്വം പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. CCTV പോലും ഇല്ല ഈ ഏരിയയിൽ. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പോൾ കഞ്ചിക്കോട് നിന്ന് ഞാൻ ഡെയിലി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയില്ല, അപ്പോൾ ഞാൻ എങ്ങനെ പോകേണ്ടെന്നും അറിയുന്നില്ല. നഷ്ടപ്പെട്ട വാഹനം തിരിച്ചു കിട്ടാനായില്ലെങ്കിൽ മറ്റൊരു വാഹനം വാങ്ങിത്തരാനോ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് ശെൽവരാജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അദ്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാകം ചെയ്യാനായി കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. വീടിന്റെ പരിസരത്ത് തോടോ മറ്റു ജലസ്രോതസ്സുകളോ ഇല്ല. പരിസരത്ത് ജലവിതരണ പൈപ്പുകളോ ഒന്നും തന്നെയില്ല. അടുപ്പുകെട്ടിയ വളപ്പിന്റെ തൊട്ടടുത്ത് പാറക്കൂട്ടങ്ങളാണ്. ഇത്തരം സാഹചര്യത്തിൽ മഴയോ വെയിലോ ഭേദമില്ലാതെ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി തെളിനീരൊഴുകുകയാണ്. അടുപ്പിൽ നിറഞ്ഞു നിൽക്കുകയല്ലാതെ പുറത്തേക്കൊഴുകാറില്ല. അടുപ്പ് നിറഞ്ഞത് മുക്കിക്കളഞ്ഞാൽ വീണ്ടും അതേപടി നിറഞ്ഞു നിൽക്കും. വീട്ടുവളപ്പിലെ കിണർ അടുപ്പ് തിട്ടിനേക്കാൾ 6 അടിയോളം താഴ്ചയിലാണ്. നല്ല വെയിലിറക്കുമ്പോഴാണ് നിൽക്കുന്നുണ്ട് വന്നിട്ടേ. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം. ഇപ്പൊ മഴ പെയ്യുമ്പോ എവിടെയെങ്കിലും പിന്നെ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് അല്ല ഉണങ്ങി ഈ ഇടയിൽ കുറെ വെയിലിറച്ചില്ല. അപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ കിണറെല്ലാം നിലമട്ടത്ത് നിന്ന് താണു വരും. ഇത് 3 ദിവസം ഇങ്ങനെ വരുന്നത്. ഇതിന് യാതൊരു ടച്ചും ഇല്ല. ഇത്ര ഉയരത്തില് പൈപ്പുകളൊന്നുമില്ല. അവിടെ മുകളിൽ കിണറിൽ അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ നിരവധി പേർ ഇവിടെ ഇത് കാണാനെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചരിത്രത്തിലേക്ക് വീണ്ടും കേരള കലാമണ്ഡലം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. അരങ്ങേറ്റം ഒക്ടോബർ 2-ന്. ചരിത്രം സാക്ഷിയാകുന്നത് സാബ്രി എന്ന 15-കാരിയുടെ ചിരകാല സ്വപ്നത്തിന്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമാസിന്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ സാബ്രി 10ാം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ്. ക്ലാസ് അധ്യാപകൻ കലാമണ്ഡലം അനിൽകുമാറും മറ്റു ആശാന്മാരുടെയും ശിക്ഷണത്തിലാണ് കഥകളി പഠിക്കുന്നത്. സാബ്രിയുടെ ഒപ്പം അരങ്ങേറ്റം കുറിക്കാൻ സഹപാഠികളുമായ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമുണ്ട്. പുറപ്പാട് എന്ന കഥകളിയാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുക. അരങ്ങേറ്റത്തിന്റെ അവസാന കളരി പഠനത്തിലാണ് ആശാന്മാരും വിദ്യാർത്ഥികളും. കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ ആദ്യമായി കയറുമ്പോൾ കഥകളി കുലപതി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി 2.5 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യസന്നിധി എന്ന പേരിൽ ആദ്യ മുദ്രകൾ പകർന്നു നൽകിയതിനു ശേഷമാണ് പിന്നീടുള്ള ആശാന്മാർ കഥകളിയുടെ ഓരോ മുദ്രകൾ പഠിപ്പിച്ചു നൽകിയത്.
അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ നിന്ന് 7ാം തരം കഴിഞ്ഞാണ് സാബറി കലാമണ്ഡലത്തിലെത്തുന്നത്. ചെറുപ്പം മുതലേ കഥകളിയോടും കഥകളി വേഷത്തോടും ഇഷ്ടം കൂടിയ സാബറിയുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. കേരള കലാമണ്ഡലത്തിൽ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ കഥകളി വേഷം, തെക്കൻ കളരി പഠിക്കുന്ന 7 വിദ്യാർത്ഥികളെ, സാബറി ഉൾപ്പെടെ 7 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ റിഹേഴ്സലുകളെല്ലാം അന്തിമഘട്ടത്തിലാണ്. കഥകളി ചിത്രങ്ങൾ പകർത്താൻ ക്യാമറയുമായി കഥകളി നടക്കുന്ന സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫറായ പിതാവിനോടൊപ്പം പാതിരാവോളം കൂടെയുണ്ടായിരുന്ന മകളുടെ ആഗ്രഹം മനസ്സിലാക്കി കലാമണ്ഡലം അധ്യാപകൻ കൂടിയായ കൊല്ലം ചടയമംഗലം സ്വദേശി ആരോമിലിനോടൊപ്പം 2 വർഷമായി പരിശീലനം നടത്തിയതിനു ശേഷമാണ് കലാമണ്ഡലത്തിലെത്തിയത്. ഏക സഹോദരൻ സൈബർ ഫോറൻസിക് സെക്യൂരിറ്റി പഠന വിദ്യാർത്ഥി മുഹമ്മദ് യാസീനാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണെന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു. സാബറി എൻ്റെ മകളാണ്. ചെറുപ്രായം മുതലേ അവൾക്ക് കഥകളിയിലൊരു താല്പര്യമുണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ആ നിലയിൽ ഇത്തരം കലാരൂപങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടി ഞാൻ പല സ്റ്റേജ് പ്രോഗ്രാമിനും രാത്രികാലങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് കഥകളി സമയങ്ങളിൽ കഥകളി ചിത്രീകരണത്തിന് പോവുകയാണെന്ന് പറയുമ്പോൾ ഇവളെന്നോട് ഒപ്പം വരുമായിരുന്നു. അങ്ങനെ ആ ഉറക്കമൊഴിഞ്ഞ് എന്നോടിരുന്ന സമയങ്ങളിൽ അവളുടെ ഒരു കഥകളിയോടുള്ള ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഞാനെടുത്തുള്ള കഥകളി ചിത്രങ്ങളും മറ്റും കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ഇതിനൊക്കെ മൊത്തം കഥകളി പഠിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് തോന്നുമ്പോൾ അവൾ വളരെ ഇൻട്രസ്റ്റോട് പറയുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അന്വേഷണത്തിലാണ് ലാസ്റ്റിൽ കലാമണ്ഡലത്തിൽ കഥകളിയെ പറ്റി അറിയുവാൻ കഴിഞ്ഞതും. അങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഞാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ 8ാം തരത്തിൽ അവിടെ അഡ്മിഷൻ എടുക്കുകയും ഇപ്പോൾ നിലവിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവിടെ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ രാത്രി 8 മണിക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. വളരെ അഭിമാനവും സന്തോഷവുമുള്ള നിമിഷങ്ങളാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗ്രാമീണ മേഖലയിലെ 300ഓളം തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് നാഷണൽ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. NPS UPS പരിഷ്കരണത്തിൽ ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഷൊർണൂർ NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി TV ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് A വേലായുധൻ അധ്യക്ഷത വഹിച്ചു. FNPO സംസ്ഥാന പ്രസിഡന്റ് NV വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. PV മുത്തു, C ഗീത, V സേതുമാധവൻ, KA രാമചന്ദ്രൻ, PC ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമ പെൻഷൻ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണെന്ന് ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ സംഗമങ്ങൾക്ക് എതിരെയാണ് വടനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് രംഗത്തെത്തിയത്. ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും പെൻഷന്റെ പേരിൽ വിളിച്ചു ചേർക്കുന്ന സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും രൂപേഷ് പറഞ്ഞു. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് KSKTU വിളിച്ചു ചേർക്കുന്ന ആത്മാഭിമാന സംഗമത്തിനെതിരെയാണ് കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവരുടെ വീടുകളിലെത്തി KSKTUവിൻ്റെ പേരിൽ നോട്ടീസ് നൽകുകയും ഇത്തരം സംഗമങ്ങളിൽ പ്രത്യേകം പങ്കെടുക്കണമെന്നുമാണ് പറയുന്നതെന്നും വടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P രൂപേഷ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സംഗമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് P രൂപേഷ് ആരോപിച്ചു. കേരളത്തിലെ പെൻഷൻ ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണ്. ഇത് ചില ആളുകളുടെ ഔദാര്യമല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താണെങ്കിൽ, ഇപ്പോൾ KSKTU വില്ലേജ് കമ്മിറ്റി എന്ന പേരിൽ ഒരു ആത്മാഭിമാന സംഗമം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് അടിച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ആളുകൾ പെൻഷൻകാരുടെ വീട്ടിലെത്തിയിട്ട് അവരോട് ഈ മീറ്റിങ്ങിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം, എന്നാലാണ് ഭാവി പരിപാടികൾ ആലോചിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, ഈ 2020 ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവരുടെ പ്രകടന പത്രികയിൽ എല്ലാ ക്ഷേമ പെൻഷനുകളും 2500 രൂപ ആക്കുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. പക്ഷേ ഈ അവസാന നിമിഷം വരെയും 1600 രൂപയിൽ നിന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം 1 രൂപ കൂട്ടാൻ പോലും ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല.
എന്നാൽ ഇത്തരം സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഇതിൽ നിന്നും പിന്തിരിയണമെന്നും പി രൂപേഷ് ആവശ്യപ്പെട്ടു. ഒരു ഇലക്ഷൻ തട്ടിപ്പാണ്. ഏത് സമയത്തും ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണിച്ച മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇപ്രാവശ്യവും നമ്മൾ കണ്ടു. ഇതിൽ നിന്നും പരമാവധി ആളുകൾ ഇതൊരു തട്ടിപ്പാണ് എന്ന് കണക്കാക്കിയിട്ട്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ അജണ്ടയാണെന്ന് കണക്കാക്കിയിട്ട് ഇതിൽ നിന്നും പരമാവധി ആളുകൾ പിന്തിരിയണം എന്നാണ് എനിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള മോട്ടോർ തൊഴിലാളി ബോർഡ് ക്ഷേമനിധി കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയുടെ ഫ്ളാഗ് ഓഫ് AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റും ബോർഡ് ഡയറക്ടറുമായ KC ജയബാലൻ നിർവഹിച്ചു. കുടിശ്ശിക ഭീമമായതോടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ വിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. ആനുകൂല്യ വർധനവ് ആവശ്യപ്പെടുന്ന വേളയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ കാലതാമസം വരുന്നത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബോർഡ് കുടിശ്ശിക നിവാരണ ബോധവൽക്കരണ വാഹനജാഥ സംഘടിപ്പിച്ചത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി T ഗോപിനാഥ്, ഡയറക്ടർ ഡോക്ടർ T വേണു, ബസ് ഉടമ പ്രതിനിധി T വിദ്യാധരൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ KP ജോഷി, V ശിവദാസ്, K ശിവദാസ്, കോതപുരം വാസു, എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ ഹക്കീം, ക്ലർക്ക് ജയശ്രീ എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളെ അംഗത്വം പുതുപ്പിക്കുന്നതിനും പുതിയ തൊഴിലാളികളെ ഇതിൽ അംഗത്വം ചേർക്കുന്നതിനും ബോർഡ് വളരെ ആസൂത്രിതമായി, വളരെ കൃത്യമായി എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസർമാരും ഉപദേശക സമിതി അംഗങ്ങളും ഉൾപ്പെടെ ഗൗരവമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. എന്നാൽ അതുകൊണ്ടും ഈ പദ്ധതിയിൽ ചേരുന്നതിന് പലപ്പോഴും തൊഴിലാളികൾ തയ്യാറാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടത്തോൾ നഗർ CPM കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന സന്ദേശ കാൽനട ജാഥ തുടരുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ M സുലൈമാൻ, ജാഥ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മാനേജർ P നിർമ്മലാദേവി എന്നിവർ നയിക്കുന്ന ജാഥയാണ് 16 വാർഡിലൂടെ സഞ്ചരിച്ച് 28-ാം തീയതി സമാപിക്കുന്നത്. CPM ചെറുതുരുത്തി ലോക്കൽ സെക്രട്ടറി KP അനിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KR ഗിരീഷ്, CR സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് സെക്രട്ടറി KT വിജയൻ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ M സുലൈമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ SN കോളേജിൽ NSS ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും NSS വളണ്ടിയറുമായിരുന്ന MM ശ്രീതു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ രജനി P അധ്യക്ഷത വഹിച്ചു. കുളപ്പുള്ളി അംഗൻവാടിയിലെ കുട്ടികളും അമ്മമാരും മുഖ്യാതിഥികളായിരുന്നു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരിജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുഷ്പലത, TP ബാബു, സന്ദീപ്, പ്രശോഭ ശശികുമാർ, P അഖിൽ, AT മിഥുൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ, ഹ്രസ്വചിത്ര പ്രദർശനം എന്നിവ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സീഡ് എക്കോ ക്ലബ്ബ്, ദേശീയ ഹരിതസേന, KSEB കോട്ടായി സെൻറ്റർ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിൻ നടന്നു. സബ് എഞ്ചിനീയർ ശിവദാസൻ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. സ്കൗട്ട് മാസ്റ്റർ അജേഷ് പദ്ധതി വിശദീകരിച്ചു. ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ്, ഫാൻ, പ്രൊജക്ടർ എന്നിവ എല്ലാ ക്ലാസ് മുറികളിലും ഓഫാക്കുക, ടാങ്ക് നിറഞ്ഞാലും മോട്ടോർ പ്രവർത്തിക്കുന്നതിന് പരിഹാരം കാണാനും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു. മാസത്തിൽ ഒരിക്കൽ പദ്ധതിയുടെ വിശകലനം നടത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് I മുരളീധരന്റെ സ്മാരകമായി നിർമ്മാണം പൂർത്തീകരിച്ച ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനവും എല്ലാം ആഗ്രഹിക്കുന്നത്, പരിശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, മുളഞ്ഞൂർ പ്രദേശത്ത് നമ്മൾ ഈ വരുന്ന 3-ാം തീയതി, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൂജ കഴിഞ്ഞ നവമി ദശമി കഴിഞ്ഞ് 3-ാം തീയതി മുളഞ്ഞൂർ ഭഗവതിക്കടവ് പാലവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള റോഡും അതിൻ്റെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ് 3-ാം തീയതി. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസറിൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ P വിജയകുമാർ, K ഹരി, കുമാരി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ, T ഷിബു, O സുരേഷ്, സുനിൽ തെക്കേതിൽ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ജില്ലാ പഞ്ചായത്തും ലക്കിടിപ്പേരൂർ പഞ്ചായത്തും ചേർന്ന് മുളഞ്ഞൂരിൽ നിർമ്മിച്ച ബഡ്സ് സ്കൂളാണ് മുളഞ്ഞൂർ ഈറ്റാംവീട്ടിൽ മുരളീധരന്റെ സ്മാരകമായി മാറിയത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സ്വന്തം വളപ്പിൽ നിന്ന് വിട്ടുകൊടുത്ത സ്ഥലത്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കൂൾ നിർമ്മിച്ചത്. 1973 മുതൽ 1994 വരെ മുളഞ്ഞൂർ ALP സ്കൂൾ പ്രധാനാധ്യാപകനും തുടർന്ന് 3 വർഷം സ്കൂൾ മാനേജറുമായിരുന്നു I. മുരളീധരൻ. 1988 മുതൽ 1995 വരെ പഞ്ചായത്ത് അധ്യക്ഷനും 95 മുതൽ 97 വരെ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു. കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക ചരിത്രത്തിൽ തന്നെ സമഗ്രവും സമ്പൂർണവുമായ ജീവിത സാക്ഷ്യമാണ് തിരുനബി എന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം പ്രമേയത്തിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ നടത്തിയ 1500 ഇഷ്ക് മജ്ലിസുകളുടെ മുള്ളൂർക്കര റേഞ്ച് തല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വദേശി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുനിലംകോട് K. ഹംസക്കുട്ടി മൗലവിയുടെ ഭവനത്തിനു സമീപം നടന്ന പരിപാടിയിൽ റേഞ്ച് കമ്മിറ്റി ചെയർമാൻ VM അബ്ദുള്ളക്കോയ തങ്ങൾ അഷ്റഫി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് A. അഷ്റഫ് ദാരിമി ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകി. സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ സ്കൂൾ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും ചെറുപ്പം മുതലുണ്ടായിരുന്ന മതവിരുദ്ധം എന്ന ആഗ്രഹം 61 വയസ്സിൽ സഫലീകരിച്ച് കൊല്ലം ജില്ലയിലെ മർക്കസുന്നൂറിൽ നിന്ന് അൽ ഹാക്കിമി ബിരുദം നേടിയ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയും മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറിയുമായ അൽഹാജ് KM ഉമർ മാസ്റ്ററെ ആദരിച്ചു. AK ഇസ്മായിൽ അൽ ഹസനി, CA സുലൈമാൻ മുസ്ലിയാർ, MM സിദ്ദിഖ് മൗലവി, PM ഷാഹുൽ ഹമീദ് അൽ ഖാസിമി, MK അബ്ദുൽ ജബ്ബാർ ഫൈസി, PAM അജ്മൽ ബാഖവി, KA മുഹമ്മദ് ഹാജി, PK മൂസ എന്നിവർ സംസാരിച്ചു. സ്വദേശി റേഞ്ച് കമ്മിറ്റി ജനറൽ കൺവീനർ KA ഹംസക്കുട്ടി മൗലവി സ്വാഗതവും ജോയിന്റ് കൺവീനർ MV മുഹമ്മദ് മുസ്തഫ ദാരിമി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി പഞ്ചായത്ത് തല കേരളോത്സവം സമാപിച്ചു. കോട്ടായി ജനശക്തി ക്ലബ്ബ് 314 പോയിന്റുകളോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 135 പോയിന്റ് നേടി ചമ്പ്രക്കുളം ശ്രുതി ക്ലബ്ബ് 2ാം സ്ഥാനവും 86 പോയിന്റ് നേടി ഓടന്നൂർ KBFC 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. S. ശശികുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ C. അനിത, S. ഗീത, MR രജിത, K. മിനിമോൾ, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ലൈബ്രറിയൻ CK പഴനൻകുട്ടി, ടെക്നിക്കൽ അസിസ്റ്റന്റ് രശ്മി, പ്രേരകന്മാരായ ഷർജ, വിജയം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് 1 മാസം നീണ്ടുനിന്ന ICS മിലാദ് കോൺഫറൻസ് വലിയ ആവേശത്തിൽ സമാപിച്ചു. സമാപന ദിനം കുട്ടികളുടെ റാലി, മൗലീദ് പരിപാടികൾ, വിവിധ കലാപരിപാടികൾ, മധുരവിതരണം എന്നിവ നടന്നു. സമാപന സമ്മേളനത്തിൽ ICS ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് അഷ്റഫി, നാസർ തെക്കിനി മഠം എന്നിവർ പങ്കെടുത്തു. പ്രസംഗങ്ങളിൽ മിലാദിന്റെ ആത്മീയവും സാമൂഹികവുമായ പ്രാധാന്യങ്ങൾ ഉന്നയിക്കുകയും ICS നടത്തുന്ന വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചും വിശദീകരിച്ചു. കുട്ടികളുടെയും യുവജനങ്ങളുടെയും സജീവ പങ്കാളിത്തം പരിപാടികൾക്ക് പ്രത്യേക ആവേശമായി. സമൂഹത്തെ ഏകോപിപ്പിക്കുകയും മതസാംസ്കാരിക മൂല്യങ്ങൾ പുതുതലമുറയിൽ വളർത്തുകയും ചെയ്യുന്ന പരിപാടികളാണ് ICS തുടർച്ചയായി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU ഷൊർണൂർ യൂണിറ്റിന്റെ 2025 കുടുംബമേള സമുചിതമായി ആഘോഷിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് സംഘടനാ ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒട്ടേറെ വീടുകൾ കേരളത്തിൽ കിടക്കുന്നു എന്നാണ് സർവേ. വാസ്തവമാണ്. നമുക്ക് തന്നെ നമ്മുടെ ഈ പരിസര പ്രദേശത്ത് ഒട്ടേറെ വീടുകൾ ഒഴിഞ്ഞു കിടക്കുക. ഉടമസ്ഥനില്ലായിട്ടല്ല, താമസിക്കാൻ ആളില്ല. ഉടമസ്ഥന്മാർ മറ്റ് എവിടെയെങ്കിലും താമസിക്കും. അപ്പൊ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മളൊരു ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലാണ് ബഹുഭൂരിപക്ഷം കുടുംബം. ഏരിയ പ്രസിഡന്റ് TM സരസ്വതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് രക്ഷാധികാരി പ്രൊഫസർ EG പൗലോസ്, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CN ഭവദാസനുണ്ണി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി M രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KO ജോസഫ് സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് VK ശ്രീരാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർച്ചയായി 2ാം വർഷവും ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനോത്സവത്തിൽ
രണ്ടാം സ്ഥാനത്തിന് അർഹമായ ഏരിയ വൈസ് പ്രസിഡന്റ് CV മോഹൻദാസിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്തായിരുന്നു വാർഷിക പൊതുയോഗം. ബാങ്കിന്റെ വളർച്ചയെയും വരും വർഷത്തെ കാഴ്ചപ്പാടിനെക്കുറിച്ചും M. സുരേന്ദ്രൻ സംസാരിച്ചു. ഒരു കെട്ടിടം, ആ കെട്ടിടം നമ്മൾ ലോൺ കൊടുക്കണമെങ്കിൽ സർവീസ് ബാങ്കുകളിൽ എന്താ അധികാരം? അവിടുത്തെ പ്രസിഡന്റും അല്ലെങ്കിൽ 2 ഡയറക്ടർമാരും ജീവനക്കാരും പോയി വാല്യുവേഷൻ നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ കൊടുക്കാം, ഒരു പ്രശ്നമില്ല, ആരും തടുക്കില്ല. പക്ഷേ സഹകരണ അർബൻ ബാങ്കുകളിൽ അത് കൊടുക്കാൻ കഴിയില്ല. ഒരു ഡയറക്ടർ ബോർഡുക്കും അതിൽ ഇടപെടാൻ അധികാരമില്ല. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് അതിന് വാല്യുവേഷൻ ഓഫീസർ RBI നിശ്ചയിക്കുന്ന രീതിയിലുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായ RBI വാല്യുവേഷന്മാരുണ്ട്. അത് വലിയ രൂപത്തിൽ അതിനെല്ലാം ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഡയറക്ടർ NP ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ KC രാജൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ പൊതുയോഗത്തിന്റെ മിനിറ്റ്സ് വായന 2025 ഏപ്രിൽ 1 മുതൽ 2025 ഓഗസ്റ്റ് 31 5 മാസത്തെ ഭരണ റിപ്പോർട്ടും 2024-25 ഓഡിറ്റ് റിപ്പോർട്ടും ജനറൽ മാനേജർ ഇൻചാർജ് VR ബിന്ദു അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റ് അംഗീകരിക്കൽ, 2026-27 വർഷത്തേക്കുള്ള കരട് ബജറ്റ് അംഗീകരിക്കൽ, ബൈലോ ഭേദഗതി, ചോദ്യങ്ങളും പ്രമേയങ്ങളും അവതരിപ്പിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ഉപസംഹാരം, നന്ദി പ്രകടനം എന്നിവയുമുണ്ടായി. ഭരണസമിതി അംഗങ്ങളായ PP വിജയൻ, M. ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് C. അനൂപ്, അബ്ദുൾ റഹ്മാൻ, C. മുകുന്ദൻ, P. രമേശ്, M. സൈതലവി, KR രജനി, P. കനകാംബിക, K. പുഷ്പലത, MS അശോകൻ, PM സുരേഷ്, VP സതീദേവി, അഡ്വക്കേറ്റ് N. രാകേഷ് എന്നിവർ പങ്കെടുത്തു. ബാങ്കിന്റെ A ക്ലാസ് അംഗങ്ങളായ മണി, ശങ്കരൻ തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു. തുടർന്ന് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ബാങ്ക് ചെയർമാൻ M. സുരേന്ദ്രൻ നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബമേള നടത്തി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും അങ്ങനെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഓരോ വ്യക്തികളും നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ. സർക്കാരിലുള്ള അപകടങ്ങൾ മാറ്റി നമുക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ മാറ്റി തരാനുള്ള ഒരു നേതൃത്വം എന്നിട്ടുണ്ടാകട്ടെ. നമുക്കറിയാം, പാലക്കാട് ബ്ലോക്ക് അടിസ്ഥാനത്തിലും കേരളശ്ശേരി യൂണിയൻ പെൻഷൻകാർക്ക് പല പരിപാടികൾ നടത്താറുണ്ട്. നമ്മുടെ കുള്ളശ്ശേരി സ്കൂളിലേക്ക് 2025 പ്രവേശനോത്സവത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് V. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. N. മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. P. രാജഗോപാലൻ മാസ്റ്റർ, C. കൃഷ്ണദാസ്, M. ശിവശങ്കരൻ, K. രാമൻകുട്ടി, സരസ്വതി, K. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ M. ശിവശങ്കരൻ, ബാലകൃഷ്ണൻ, LSS വിജയി, ശ്രീലക്ഷ്മി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന ആരോഗ്യ സെമിനാറിൽ വയോജനങ്ങളും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നാരായണൻ നമ്പൂതിരി പത്രിപ്പാല ക്ലാസ് നയിച്ചു. TG ശ്രീവത്സൻ സ്വാഗതവും നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. ക്ലാസ് നയിച്ച മെഡിക്കൽ ഓഫീസറെയും സംഘാടകർ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 വാർഷിക പൊതുയോഗം ശനിയാഴ്ച നടന്നു. ബാങ്കിന്റെ കുളപ്പള്ളി ബ്രാഞ്ച് ഹാളിലായിരുന്നു യോഗം. പുരസ്കാര വിതരണവും ഉണ്ടായിരുന്നു. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 വാർഷിക പൊതുയോഗമാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ബ്രാഞ്ച് ഹാളിൽ സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ A ക്ലാസ് മെമ്പർമാരുടെ വാർഷിക പൊതുയോഗമായിരുന്നു ചേർന്നത്. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളം എന്ന് പറയുന്നത് പലപ്പോഴും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ പണ്ടത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ, കലാ സാംസ്കാരിക രംഗത്തെ ഇടപെടൽ, അങ്ങനെയുള്ള വിവിധങ്ങളായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള കേരളത്തിൻ്റെ പുരോഗതിയിൽ ചെറുതല്ലാത്ത ഒരു പങ്കുവഹിച്ചിട്ടുള്ള മേഖലയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് P. അബ്ദുൾ റസാഖ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഡയറക്ടർ PA പത്മജ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി K. വിനോദ് മേനോൻ, C. ഉണ്ണികൃഷ്ണൻ, P. സോമസുന്ദരൻ തുടങ്ങിയവർക്ക് പുറമെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ MR മുരളി, ജയപാലൻ, ജോർജ് തുടങ്ങിയവരും സംസാരിച്ചു. യോഗത്തിൽ പുരസ്കാര വിതരണമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ പള്ളിപ്പടി അറേബ്യൻ സ്റ്റാർസ്
ക്ലബിലെ മുഴുവൻ ടീം അംഗങ്ങൾക്കും പൊതുപ്രവർത്തകൻ SJ നജീബ് സൗജന്യമായി ജേഴ്സികൾ വിതരണം ചെയ്തു. കുട്ടികളെ പന്തുകളിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. പത്രിപ്പാല ബ്രദേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരിയും പഞ്ചായത്ത് അംഗവുമായ AA ഷിഹാബ് ജേഴ്സികൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കാലമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ 4-ാം വാർഡിലും കണ്ണൂർ പഞ്ചായത്തിലും എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ചെറിയ ഓണറേറിയം വെച്ച് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് നല്ല മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർഡ് പൊട്ടുകയും കുട്ടികൾക്ക് ജേഴ്സി നൽകുകയും ഫുട്ബോൾ നൽകുകയും ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിക്ക് പത്രിപ്പാല വെച്ച് കാണുകയും ആ കുട്ടിക്ക് ഡ്രസ്സും ഫുട്ബോൾ നൽകാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹം ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി. SJ നജീബ് അധ്യക്ഷത വഹിച്ചു. NCP മണ്ഡലം പ്രസിഡന്റ് K ശങ്കരനാരായണൻ, P പ്രമോദ്, V ഹരിദാസ്, PH ജലീൽ, NS ഹംസ, ഫാറൂഖ്, NS സിദ്ദിഖ്, K സൈദലവി, A ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ടീമിന് 3 വർഷം മുമ്പ് 4-ാം വാർഡ് മെമ്പർ കെയർ പദ്ധതിയിലും ജേഴ്സികൾ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച പാട്ട് താലപ്പൊലി ഉത്സവം വിപുലമായ പരിപാടികളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കളമെഴുത്ത് കലയിൽ 50 വർഷം പൂർത്തീകരിച്ച ആചാര്യൻ വേണുഗോപാലക്കുറുപ്പും കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശത്രുദോഷം, ആഭിചാരദോഷം, ദൃഷ്ടിദോഷം, ദാരിദ്ര്യം എന്നിവയെല്ലാം ഈ വഴിപാടിലൂടെ നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ആദ്യമായി നടത്തുന്ന കളംപാട്ട് താലപ്പൊലി ഉത്സവത്തിന് ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കളമെഴുത്ത് കലയിൽ 50 വർഷം പൂർത്തീകരിച്ച ആചാര്യൻ വേണുഗോപാലക്കുറുപ്പും കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീ കിഴക്കഞ്ചേരി ഭഗവതി ക്ഷേത്രം ഒരു വലിയൊരു ഗ്രാമമായിരുന്നെന്നും ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തോടനുബന്ധിച്ച് ആ ഗ്രാമത്തിൽ നിന്നും ബ്രാഹ്മിൺസും മറ്റു സമുദായക്കാരും പലായനം നടത്തി ഇന്ന് കാണുന്ന വടക്കഞ്ചേരിക്കടുത്തുള്ള മൂലങ്കോട് എന്നുള്ള ആ കാടുകളിൽ കയറിയെന്നും അവർ ഉണ്ടാക്കിയ ഭക്തി നിർഭരമായിട്ടുള്ള ഈ കിഴക്കഞ്ചേരി ഭഗവതി ക്ഷേത്രം അതിപുരാതനവും അതിപ്രാചീനവുമുള്ള ഒരു ക്ഷേത്രമാണ്. ഇല്ലനിറ എന്നുള്ളൊരു സംരംഭം വർഷങ്ങളായിട്ട് നടത്താത്തത് കഴിഞ്ഞ ജനുവരി 26-ാം തീയതി കൂടിയ കമ്മിറ്റി, വികസന കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ KK രഘുനാഥ് സാറുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വിഷുക്കണിയും മറ്റു പലരും നടത്താനിന്ന് കഴിഞ്ഞിരുന്നു. അതുപോലെ വഴിപാടായി നമ്മൾക്ക് വാസുവിദ്യ കൃഷ്ണസ്വാമി അവറുകളുടെ ഇമ്രാന്തിരി അവറുകളുടെ അറിയിപ്പോടുകൂടി കിഴക്കുഭാഗം ഒരു വലിയൊരു ഗേറ്റ് ഉണ്ടാക്കണമെന്നും വഴിപാടുകൾക്ക് പ്രത്യേക കൗണ്ടർ ഉണ്ടാക്കണമെന്നും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും സഹകരണം കൊണ്ട് അത് ഈ വലിയൊരു സംരംഭം വലിയൊരു വിജയമാക്കാൻ കഴിഞ്ഞത് എല്ലാ ഭക്തജനങ്ങളുടെ നിർലോഭമായിട്ടുള്ള സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് ഈ വികസന സമിതി മുന്നോട്ട് പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നും ഞങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവുകൾ അത് പറഞ്ഞ് തീർത്തി തരണമെന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ടും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, രക്ഷാധികാരി രാധാകൃഷ്ണൻ നായർ, വികസന സമിതി സെക്രട്ടറി രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ, ജോയിന്റ് ട്രഷറർ വിനോദ് മന്തത്ത്, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മണികണ്ഠൻ, അപ്പുകുട്ടൻ, ക്ലർക്ക് രാധാകൃഷ്ണൻ വാര്യർ, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മാറ്റൊലി. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരുടെ ഫോട്ടോകൾ വച്ച് ലോൺ ആവശ്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇത്തരമൊരു സംവിധാനം ഇല്ലെന്നിരിക്കെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട്? ഇത് ആരുടെ വീഴ്ചയാണ്? മാറ്റൊലിയിലേക്ക്. വ്യാജമായിട്ട് ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ലോണിൻ്റെ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് അധികൃതർ കണ്ടെത്തിയിട്ട് അതിനെതിരെ തക്കതായ നടപടിയെടുക്കേണ്ടതാണ്. നടപടിയെടുക്കാത്തോടത്തോളം കാലം ഇത്തരത്തിലുള്ളവർക്കുള്ളൊരു വളമയ്ക്കൽ തന്നെയാണ്. അത് എത്ര ഉന്നതന്മാരായാലും അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള പലതും പല ഓൺലൈനിൽ തന്നെ ഓൺലൈനിൽ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ തന്നെ പലരും പെട്ടിട്ട് ചതിക്കുഴിയിൽ പെടുന്നുണ്ട്. വെറും 22,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ പ്രതിമാസം 12 ലക്ഷം രൂപ കിട്ടുമെന്ന് കേൾക്കുമ്പോഴേക്ക് എന്നെ ഇറങ്ങി പുറപ്പെടുന്ന കുറേ ആളുകളുണ്ട്. എത്രയോ തട്ടിപ്പുകൾ, പണം പോയ കഥകൾ, ഇന്റർനെറ്റ് തട്ടിപ്പുകളൊക്കെ കേട്ട് സോഷ്യൽ മീഡിയയിൽ, പത്രത്തിലും ചാനലുകളൊക്കെ കേട്ടിട്ട് പോലും വീണ്ടും മനുഷ്യന്റെ അത്യാർത്തി മനുഷ്യനെ പുതിയ തട്ടിപ്പുകളിലേക്ക് നമ്മൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചോദ്യം, ഇത് അന്വേഷണം നടക്കും. ഗവൺമെന്റ് അന്വേഷിക്കാതിരിക്കും. അവരുടെ ധനകാര്യമന്ത്രി അടക്കം ചിത്രം കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചരണം വന്നിരിക്കുന്നത്. അതിന്റെ സൈറ്റിൽ കയറിയപ്പോൾ അതിന് വിദേശത്തൊക്കെ ഇതിന്റെ ആ ചെയിൻ ആരാണെന്നുള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പല അഭ്യസ്തവിദ്യരായ യുവാക്കളും ഇന്റർനെറ്റ് തട്ടിപ്പൊക്കെ പഠിച്ച് പുതിയ മേഖലയിലിരിക്കും. അപ്പം ഞാൻ പറയുന്നത് എത്രയുള്ളൂ,
ഇത്തരം കഥകൾ കേൾക്കുമ്പോഴേക്ക് എന്നെ ചാടി പുറപ്പെട്ട് അങ്ങോട്ട് പണം നിക്ഷേപിക്കുക. 22,000 വെച്ചിട്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ പ്രകാരം ജനങ്ങൾ പണം അടച്ചാൽ കോടികളാണ് ആ അക്കൗണ്ടിലേക്ക് ചെല്ലുക. തിരിച്ചെങ്ങനെ അവർ ഇത്രയും പേർക്ക് 12 ലക്ഷം തരുന്നു? നമ്മൾ സാധാരണ ചോറ് തിന്നുന്ന ബുദ്ധിയിൽ ആലോചിച്ച പോലെ എത്രയോ പേര് പണം നഷ്ടപ്പെട്ട കഥകൾ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിട്ട് പഠിക്കാത്ത ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയും പുതിയ വേഷങ്ങൾ, പുതിയ ഭാവങ്ങൾ, പുതിയ തട്ടിപ്പിൻ്റെ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദയവ് ചെയ്ത് ഇതൊക്കെ കേട്ട് ചാടി പുറപ്പെടാതിരിക്കുക, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കുക, ഉള്ളതുകൊണ്ട് സന്തോഷമായി സമൃദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. ഇത് എനിക്ക് പറയാനുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. എലപ്പുള്ളി മണ്ണുകാട് ബ്രൂവറിക്കെതിരെ പ്രത്യക്ഷ സമരം. നിർമ്മാണ പ്രവൃത്തികൾക്കായി വന്ന കമ്പനി ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാർ. നിർമ്മാണത്തിന് വന്ന JCB തിരിച്ചുപോയി. പ്രതിഷേധം കോൺഗ്രസ്, BJP, ബ്രൂവറി വിരുദ്ധ സമിതിയുടെയും സംയുക്ത നേതൃത്വത്തിൽ. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരത്വം സംരക്ഷിക്കാനെന്നും മുത്തലിബ്. വോട്ട് കൊള്ളക്കെതിരെ CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടെന്നും ആരോപണം. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പെന്ന് വാടനംകുറിശി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഗ്രാമീണ മേഖലയിലെ 300ഓളം തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് നാഷണൽ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് ഒറ്റപ്പാലം ഡിവിഷൻ സമ്മേളനം. തൃശൂരിൽ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടിച്ചെടുത്തത് 8 കിലോ കഞ്ചാവ്. ഒറീസ ഗജപുരി സ്വദേശികളായ 2 പേർ തൃശൂർ റേഞ്ച് എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് യസനന്ദർ, മിഹർ പ്രധാൻ എന്നിവർ. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ വച്ച് ബൈക്ക് മോഷണം. മോഷണം പോയ ബൈക്ക് കൊട്ടേക്കാട് സ്വദേശി സെൽവകുമാറിൻ്റേത്. വാഹന പാർക്കിംഗ് ഏരിയ നടത്തിപ്പുകാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ബൈക്ക് മോഷണം പോകാൻ കാരണമെന്നും ബൈക്ക് ഉടമ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അദ്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ എത്തുന്നത് നിരവധി പേർ. ചരിത്രത്തിലേക്ക് വീണ്ടും കേരള കലാമണ്ഡലം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. അരങ്ങേറ്റം ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ. ചരിത്രം സാക്ഷിയാകുന്നത് സാബ്രി എന്ന 15-കാരിയുടെ ചിരകാല സ്വപ്നത്തിന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.